ഇന്ത്യക്കാർക്ക് വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ചിലപ്പോൾ കോരിത്തിരിപ്പിക്കുന്ന വാർത്തയാണ് ഈ സംഭവം. ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട്. ജപ്പാൻ അറിയാം, ഗ്ലോബലി ഇലക്ട്രോണിക്സ്, കാർ മാനുഫാക്ചറിങ്, ടെക്നോളജി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അവർ ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെറ്റിനെ തുടർന്ന് ഏകദേശം 2020 കൂടിയാണ് അബെ അവിടുത്തെ പ്രധാനമന്ത്രിയായ സമയത്ത് അവർ തിരികെ മിലിറ്ററി വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ താഴെ ട്രംപിനും കൊടുക്കുന്ന മറുപടിയാണ് എന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ജപ്പാൻ ഈ ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെറ്റിനെ ഭയന്ന് ചെയ്തിരിക്കുന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം. അവർ 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കി, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ്. മനസ്സിലാക്കുക, ഈ F-35 ചൈനയിൽ നിന്നൊക്കെ പറയുന്നത് 5th ജനറേഷനാണ്. ഈ കഴിഞ്ഞ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ബോയിങ് കമ്പനിയോട് പറയുന്നത് 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കണം. പക്ഷെ ജപ്പാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 6ാമത്തെ ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ 5 മാസം മുമ്പ് അതിൻ്റെ ട്രയൽ റൺ നടക്കുകയാണ്. ജപ്പാൻ്റെ കൂടെ ബ്രിട്ടനുണ്ട്, കൂടെ ഇറ്റലി ഉണ്ട്. 3 രാജ്യങ്ങൾ കൂടെ ചേർന്നാണ് ഈ 6th ജനറേഷൻ, അതായത് ജാപ്പനീസ് മെയ്ഡ് എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനെ തകർക്കാൻ പറ്റുന്ന രീതി, കാരണം റഡാറും കാണാൻ പറ്റത്തില്ല, സാറ്റലൈറ്റും കാണാൻ പറ്റത്തില്ല, ഒരു പുല്ലും കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ വേഗതയും അതിനേക്കാളും അതിഭയങ്കര സ്പീഡാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് അതിനെ തടുക്കാൻ പറ്റത്തില്ല. ഇന്ന് ലോകത്തുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഈ 6th ജനറേഷൻ എയർക്രാഫ്റ്റിനെ കാണാൻ പറ്റത്തില്ല. അത്ര വെൽ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ജാപ്പനീസ് ടെക്നോളജിയിൽ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു സംഭവമുണ്ട്, അതായത് ശത്രുഭാഗത്തിൻ്റെ ഡ്രോൺസ്, അതേപോലെ ജെറ്റ്, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതിനെ തകർക്കാൻ വേണ്ടി ലേസർ ഉപയോഗിച്ചുള്ള എക്യുപ്മെൻറ്റ്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. ചീപ്പെന്ന് വളരെ ചീപ്പ്. $2000-3000 ഒരുവിധം തരക്കേടില്ലാത്ത ഡ്രോൺസ് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം പാകിസ്ഥാന് കൊടുത്ത് ഇന്ത്യയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അതിനെ തടയാൻ ശ്രമിക്കുന്ന നമ്മൾ ഈ S-400 ആണെങ്കിലും മറ്റുള്ള പല എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും അതിൻ്റെ വിലയൊക്കെ $1-2 ബില്യൺ. അപ്പോൾ അവിടെയാണ് ഈ ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ജപ്പാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോൺസിനെയും അതേപോലെ ഫൈറ്റർ എയർക്രാഫ്റ്റിനെയും സാറ്റലൈറ്റിൻ്റെ സഹായത്തോട് എപ്പോഴാണ് എയർബോൺ ചെയ്യുന്നത്, എങ്ങോട്ട് ഇത് പോകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലേസർ വർക്കൗട്ട് ചെയ്യുവാണ്. ഇതിനെ അടിച്ചൂര കളയുകയാണ്, കത്തിച്ചൂര കളയുക. അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ഉണ്ട് ഈ സംഭവം. ഇത് ചൈനയുടെ കയ്യിലും ഉണ്ട് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ജപ്പാൻ്റെ സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് ഇത് തകർക്കാൻ വേണ്ടി ഏകദേശം 2-3 മിനിറ്റുകൾ മതി. അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. അതിനേക്കാളുപരി മറ്റൊരു സംഭവം ഉണ്ടായി. 1945 ശേഷം ജപ്പാൻ, അതായത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സും പരിപാടികളും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സെക്യൂരിറ്റി അമേരിക്കൻ ബേസുകളാണ് ജപ്പാനിൽ. പക്ഷെ ജപ്പാൻ 24 മണിക്കൂറിനുള്ളിൽ ന്യൂക്ലിയർ ബോംബ്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്, ജപ്പാൻ്റെ എനർജി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പ്ലൂട്ടോണിയം, അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഇലക്ട്രിസിറ്റിയും പവറും എനർജിയൊക്കെ ഉണ്ടാക്കുന്നത്.
ആ പ്ലാന്റുകളുടെ അടുത്തായിട്ട് തന്നെ അത്യാവശ്യമെന്ന് കണ്ടാൽ 24 മണിക്കൂറിനുള്ളിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന സംഭവം പോലും അവർ പ്ലാന്റ് ഉണ്ടാക്കി. മനസ്സിലാക്കുക എത്ര മൾട്ടിപ്പിൾ പോയിന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ചൈനീസ് നേവൽ ഷിപ്പുകളുണ്ട്, വെസൽസ്. അതേപോലെ നോർത്ത് കൊറിയ, കാരണം സ്ഥിരമായിട്ട് ജപ്പാനിലും കൊറിയയിലും കയറി ഒരു ഭീഷണിപ്പെടുത്തുക, പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് ബോർഡറിൽ. അപ്പം അതിനെതിരെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജാപ്പനീസ് മിസൈൽ റെജിമെൻ്റ് ഉണ്ടാക്കി. മിസൈൽ ഒരു റെജിമെൻ്റ് തന്നെ ഉണ്ടാക്കി. അതായത് കടലുമാണെങ്കിലും ചൈനീസ് അതിർത്തിയാണെങ്കിലും എങ്ങനെ തട്ടി ദൂരെ കളയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിൻ്റെ ഷോക്കേസ് തന്നെ കുന്നുകളുടെ മുകളിൽ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് മനസ്സിലാക്കുക, പാകിസ്ഥാൻ ഇന്ത്യ അറ്റാക്ക് ചെയ്യുക ചൈനയുടെ പ്രോക്സി ആയിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അവരുടെ വെപ്പൺസിൻ്റെ ടെക്നോളജിയും ടർക്കിയുടെ സംഭവങ്ങളും ചൈനീസ് ടെക്നോളജിയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഷോ കാണിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ സംഭവങ്ങളൊക്കെ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ബേസിക്കലി ഇന്ത്യ ഗവൺമെൻറ് ഡിഫൻസിനും പിടികിട്ടിയത്. നമ്മൾ മോഡറേറ്റ് ടെക്നോളജിയിലോട്ട് പോയേ മതിയാകത്തുള്ളൂ. അപ്പോഴീ റിപ്പോർട്ടും കൂടെ പുറത്തു വരുവാണ് എന്താണ് ജപ്പാൻ അച്ചീവ് ചെയ്തത്. അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഒരു സാഹചര്യത്തിൽ 24 മണിക്കൂറിൽ ഇൻസ്റ്റാൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ തുടങ്ങി. അതേപോലെ 6th ജനറേഷൻ എയർക്രാഫ്റ്റ് ട്രയൽ റണ്ണാണ്. ഏകദേശം 4-5 മാസം കഴിയുമ്പോൾ അവർ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് വിൽക്കാനും പോവുകയാണ്, കാരണം ചൈനീസ് ത്രെട്ട്. അതേപോലെ തന്നെ ഫിലിപ്പൈൻസുമായിട്ടും ബന്ധത്തിലായി, കാരണം ഫിലിപ്പൈൻസിനും ചൈനയുടെ ത്രെട്ടുണ്ട്. അപ്പം ഈ ഒരു റീജിയൻ്റെ അകത്ത്, അതായത് ഇന്ത്യ ഉൾപ്പെട്ട റീജിയൻ്റെ അകത്ത് ജപ്പാൻ എന്ന് പറയുന്നൊരു സൂപ്പർ ഡൂപ്പർ ഹൈപ്പർസോണിക് മിസൈലും ജെറ്റ് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റും ന്യൂക്ലിയർ വെപ്പൺസൊക്കെ വെച്ച് കഴിയുമ്പോൾ ചൈനയുടെ മുകളിലോട്ട് പോയി. സിമ്പിളായിട്ട് ഉറപ്പായിട്ടത് അമേരിക്കയുടെ പ്രോത്സാഹനത്തോടു കൂടിയാണ് ചെയ്തത്. ട്രംപ് വന്ന് പല രീതിയിൽ ജപ്പാൻ്റെ ടാരിഫ്, അവരുടെ കാറുകളുടെ ടാരിഫ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ജപ്പാൻ വളരെ ഫാസ്റ്റ് ഫേസിലാണ് ഈ സംഭവങ്ങൾ ചെയ്തത്. ഏതായാലും അത് ഇന്ത്യയും ജപ്പാനുമായിട്ടുള്ള ബന്ധം, ക്വാഡിൻ്റെ ബന്ധം, അതേപോലെ തന്നെ G7 ബന്ധം, ജപ്പാൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദ രാഷ്ട്രമാണ് ജപ്പാൻ. എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് രസകരമാണ്. ജപ്പാൻ അത് ഇന്ത്യക്കും ചൈനയ്ക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ വിലയില്ലാതെ കൊടുക്കാൻ തയ്യാറാണ്. അത് ഇൻട്രസ്റ്റിങ്. ഹൈപ്പർസോണിക് മിസൈൽ പലതും സംഭവങ്ങൾ, അതായത് ലേസറാണെങ്കിലും ഈ പറയുന്ന 6th ജനറേഷൻ ജെറ്റ് ആണെങ്കിലും ഇവർ ഈ പറയുന്ന ഇന്ത്യക്ക് ഉൾപ്പെടെ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം ഒരു കാര്യത്തിൽ വ്യക്തമായി, നമുക്ക് ഈ പാട്ട റഷ്യൻ വേണോ അതോ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ സാധനം വേണോ? ഇപ്പം ജപ്പാനിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം നാറ്റോ അലയൻസ് കൺട്രിയാണ്, അമേരിക്കൻ ബേസ് ഉള്ള രാജ്യമാണ്. ഏതായാലും അമേരിക്ക ഇങ്ങനൊരു തീരുമാനമെടുത്ത് ജപ്പാൻ സ്വയമേ അവരതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ടാക്കിയത് ഇന്ത്യയുടെ വലിയൊരു നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ആണെങ്കിലും നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും ഉറപ്പായിട്ട് ജപ്പാൻ നമ്മളെ എല്ലാ രീതിയിലും സഹായിക്കും. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ജപ്പാൻ്റെ ഒഫീഷ്യൽസ്, അതായത് അവരുടെ പല NGO ഫൗണ്ടേഷനുണ്ട്, അപ്പോൾ അവർ കാണുന്നത് ഉറപ്പായിട്ടും ജപ്പാൻ ഈ സാധനങ്ങൾ ഇന്ത്യക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൈനയുടെ ഒരു ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ചൈന. എല്ലാ രീതിയിലും മറ്റുള്ള പ്രോക്സീസിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുടെ സെക്യൂരിറ്റി അതുമായി ബന്ധപ്പെട്ട് ജപ്പാനും താല്പര്യമുണ്ട്. അതായത് പ്യുവറായിട്ടുള്ള കച്ചവടമായിരിക്കത്തില്ല, സെക്യൂരിറ്റിയാണ് ഇഷ്യൂ. അതുകൊണ്ട് തന്നെയാണ് ജാപ്പനീസ് സാധനങ്ങൾ അവർ ഓസ്ട്രേലിയക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അത് ഇന്ത്യക്കും ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. 6th ജനറേഷൻ ജെറ്റുകൾ ഇതൊരു നല്ല ഡീലാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഹൈപ്പർസോണിക് മിസൈൽസ് ആണെങ്കിലും ലേസർ ആണെങ്കിലും മറ്റുള്ള ആമിനേഷൻ ആണെങ്കിലും ചിലപ്പം ഇൻ ഫ്യൂച്ചറിൽ അത്
ജപ്പാന് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മൾട്ടിപ്പിൾ പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ ജപ്പാൻ ഇത് ചെയ്തത് ഈ ചൈനയെന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ത്രെട്ടാണെങ്കിലും നോർത്ത് കൊറിയയുടെ പൊട്ടൻഷ്യൽ ത്രെട്ടാണെങ്കിലും അവരുടെ ഡിഫൻസ് ബജറ്റ് ഉക്രൈൻ റഷ്യ വാറിന് ശേഷം അത് 2% വർദ്ധിച്ചു. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ ബജറ്റ് 2 എന്നുള്ളത് ഒരു 5.5% ആക്കി. കാരണം ചൈനയുടെ പൊട്ടൻഷ്യൽ ത്രെട്ടും. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറും. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ലെങ്കിലും ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക്കിൻ്റെ സംഭവം എന്നുമല്ല പറയുന്നത്. അതായത് ആമിനേഷനും ഇതേപോലെയുള്ള ടെക്നോളജി എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് 6th ജനറേഷൻ ജെറ്റ് എന്ന് പറയുന്നതിനെ പറ്റി അമേരിക്കൻ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ പറയുന്നത് അത് അമേരിക്കയുടെ 6th ജനറേഷനേക്കാളും മുകളിലാകാനുള്ള സാധ്യത. കാരണം അമേരിക്ക അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നീട് മനസ്സിലാക്കേണ്ടത് ജപ്പാൻ F-35B അമേരിക്ക ഏകദേശം 100 എണ്ണമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് വാങ്ങാൻ വേണ്ടി. മനസ്സിലാക്കുക, ജപ്പാന് പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ട് എന്ന് പറയുന്നത് ചൈനയും പിന്നെ കൊറിയയുമാണ്. അതിനെ നേരിടാൻ വേണ്ടി അവരെല്ലാ രീതിയിലും ഈ ആമമറ്റ് മുഴുവനും മോഡിഫൈ ചെയ്യുകയാണ്, ശക്തമായ രീതിയിൽ പോവുകയാണ്. അത് ലോകത്തെ അവർ കാണിച്ചും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രങ്ങൾ പോയി അതിൻ്റെ മുഴുവനും ഫോട്ടോ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ പറയുന്ന ജാപ്പനീസ് ടെക്നോളജിയിലുള്ള സാധനം ഇന്ത്യയുമായിട്ട് സഹകരിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി വളരെ സേഫായിരിക്കും. വളരെ സേഫായിരിക്കും. ജാപ്പനീസ് ഉപകരണങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. 2ാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ജാപ്പനീസ് എയർക്രാഫ്റ്റുകളാണ് പോയി ബോംബ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തിരിച്ചു പണിതാണ് അമേരിക്ക ജപ്പാനിൽ കൊണ്ടുപോയി ന്യൂക്ലിയർ വെപ്പൺസ് ഇടുന്നത്. അപ്പോൾ പേൾ ഹാർബറിൽ നടന്ന ആക്രമണം എന്ന് പറയുന്നത് അമേരിക്ക പോലും ഞെട്ടിപ്പോയി. അപ്പം ജപ്പാൻ ഈ പറയുന്ന ആയുധങ്ങളാണെങ്കിലും ഫൈറ്ററൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ മുമ്പിലാണ് പണ്ട് മുതലേ. പിന്നീട് ഇവരങ്ങ് നിർത്തിവെച്ചു 1945 ശേഷം. അത് വീണ്ടും കൊണ്ടുവന്ന് ഉറപ്പായിട്ടും അത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാണ് ജപ്പാൻ്റെ അതിനെപ്പറ്റി തന്നെയാണ് ആ റിപ്പോർട്ടിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഇന്ത്യക്ക് കൊടുക്കാൻ തയ്യാറാണ് അവർ. അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. അതായത് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൈനയുടെ മുകളിൽ വലിയൊരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.